ഇതിനിടയിൽ കമന്റ് വന്നിട്ടില്ലേ അച്ചാച്ചനും മോള് അതെ ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ പറയുന്നത് അയ്യോ ഞങ്ങളോട് എന്ത് പറഞ്ഞേ അല്ല അച്ചാച്ചന്റെ മോളെ പോലെ ഉണ്ട് എന്താ പ്രശ്നം എന്റെ കുഞ്ഞുമോള് സേഫ് ആയിരിക്കും, എന്റെ മക്കൾ സേഫ് ആയിരിക്കണം, അവർക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നത് പോസിറ്റീവ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഞാനാണ് ലോകത്തിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കുഞ്ഞുമോക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എന്താണോ ചെയ്യേണ്ടത് ചെയ്തോളൂ, കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെയായിരുന്നു ലൈഫിന്റെ പ്രശ്നം കൊണ്ട്. പിന്നെ ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട്, ഞാനും ഡ്രസ്സിനെ ഒന്ന് ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, മാക്സിമം നോക്കി. പക്ഷെ ഇങ്ങനെ വന്ന് പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ സമൂഹത്തിനെ നന്നാക്കാൻ എടുത്തിറങ്ങി കഴിഞ്ഞാൽ സമൂഹം നന്നാക്കിയ ആൾക്കാരുടെ അവസ്ഥ അറിയാലോ. ഒരാൾ സമൂഹം നന്നാക്കാൻ നോക്കി അദ്ദേഹത്തിന് കുരിശിൽ തറച്ചു, വേറൊരു മനുഷ്യൻ സമൂഹത്തിനെ നന്നാക്കാൻ നോക്കി പുള്ളിക്കാരന്റെ കാലിൽ അമ്പ ചെയ്തു, വേറൊരു മനുഷ്യനെ നന്നാക്കാൻ നോക്കി അദ്ദേഹത്തിന് ഹെംലക്ക് കൊടുത്ത് കൊന്നു. നന്നാക്കാൻ നോക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. സമൂഹം അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ജനുവരി, ഫെബ്രുവരി, ഇപ്പൊ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു, ഇത്രയും ഇതിനകത്ത് 25ഓളം മാസ് മേഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതെല്ലാം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് 25 വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു കല്യാണത്തിന് മുന്നേ നമ്മൾ അധികം കാണുമായിരുന്നു, കല്യാണത്തിന് ശേഷം കണ്ടത് കുറവാ. പക്ഷെ കുറവാണെങ്കിലും നമ്മൾ എത്രയോ ജന്മം ഒന്ന് മീൻസ് എത്ര വയസ്സ് മീൻസ് കല്യാണം കഴിഞ്ഞ് എത്ര വർഷം ഒന്നിച്ച് ജീവിച്ചൊരു ഫീലുണ്ട്. കണ്ടില്ലെങ്കിലും ഇല്ലേ ഈ ഒരു ഫ്യൂ ടൈം ആണെങ്കിൽ പോലും അല്ലേ. ആര്യ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ആറ്റുമണൽ കൊത്തി താളത്തില് പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. നമുക്ക് ചോദിച്ചു പോവാം. എനിക്കൊന്ന് ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ തന്നെ ആദ്യം തൊട്ടേ ഉള്ള ഒരു ഇതായിരുന്നു ഈ ഏജിൻ്റെ. അത് ശരിക്കും അത് അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു 7 or 8 years ഡിഫറൻസ് അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അതും ക്ലിയർ ആക്കിയിട്ടും ആൾക്കാർ അതിൽ അത് ആക്ച്വലി അത് കേൾക്കുമ്പോൾ യു മൈറ്റ് ഫീൽ ബാഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനെ എങ്ങനെയാണ് ലൈക്ക് എല്ലാവരുടെ അടുത്ത് ഈ പറയുന്നവർക്ക് മെസ്സേജ് നിങ്ങൾ തിരിച്ച് അത് റിപ്ലൈ കൊടുക്കാറുണ്ടോ? അല്ല അങ്ങനല്ല, ഇതാണ് ഏജ്. അത് ആവശ്യമില്ല. I really don't think they deserve an answer because I am not married to their daughter or sister. Yeah. കുഞ്ഞുമോളുടെ അമ്മയ്ക്ക് പ്രശ്നമില്ല, ഏട്ടന് പ്രശ്നമില്ല, ചേച്ചിക്ക് പ്രശ്നമില്ല, ഫാമിലിയിലുള്ള ആർക്കും പ്രശ്നമില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. കൂടെ ജീവിക്കുന്ന എനിക്ക് പ്രശ്നേ ഇല്ല. അല്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. അല്ല ഇനി കൊണ്ടിനാത് ഇതിനിടയിൽ കമന്റ് വന്നിട്ടില്ലേ? അല്ല കമന്റ് വരുന്നത് മൊത്തം അങ്ങനെ തന്നെ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അച്ചാച്ചനും മോള് ഈ കണ്ണ് പൊട്ടന്മാരാണോന്ന് എനിക്ക് സംശയം. അല്ല അച്ചാച്ചനും മോളെ പോലെ ഉണ്ട്. മെയിൻ പ്രശ്നം. അല്ല അച്ചാച്ചനും മോളെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതെ ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ പറയുന്നത്. അയ്യോ ഞങ്ങളോട് എന്ത് പറഞ്ഞേ? അല്ല അച്ചാച്ചന്റെ മോളെ പോലെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചാൽ കാഴ്ചപ്പാട് പറയാനുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞ നിങ്ങളെ കാഴ്ചപ്പാട് മാറ്റും. അപ്പൊ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്, പിന്നെ കാണുന്നതല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾ പറയും. ഒന്ന് ഫ്രം ടൈം മെമ്മോറിയൽ ഒരു 7-8 വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പാറ്റബിലിറ്റി കൂടുതലാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ കുറേ ഫാമിലീസിനെ കാണുന്നതാണ്, ബീറ്റ് ഫോർ തെറപ്പി, ബീറ്റ് ഫോർ ലീഗൽ സൈഡ്, എല്ലാതും മീറ്റ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്കോ എല്ലാം പോസിബിളാണ്. ഞാനെപ്പോഴും അച്ഛനും അമ്മയും പണ്ട് ചെറിയ അവരുടെ വഴക്കും അവരുടെ സ്നേഹവും അവർ ട്രാവൽ ചെയ്യുമ്പോഴുള്ള കെയറും ഇതെല്ലാം ഞാനും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പം ഐ ഹവ് സീൻ സമപ്രായക്കാർ അങ്ങോട്ട് ഇവിടെ ഏടാ വാടാ പോടാ അത് ഇത് എന്ന് പറഞ്ഞ് പിന്നെ ഈ കമൻറ്റിൻ്റെ ലാംഗ്വേജാണ് തമ്മിൽ. അച്ഛനമ്മയും തമ്മിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്ക് ലൈഫിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പണ്ട് അമ്മ ആ ഡോറ് ലോക്ക് ചെയ്തോ, അമ്മയ്ക്ക് അങ്ങനെ ഒരു OCD പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് പല സമയത്തും. കുഞ്ഞുമൊക്കെ ഉണ്ട്, ഒരു പേടി വ്യത്യാസമില്ല. അത് തന്നെ ഫോട്ടോസ്റ്റാറ്റാ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഉടനെ തന്നെ ദാ വെന്റിലേറ്റർ അതുവഴി കള്ളം വന്നാലോ അവിടെ തോർത്ത് വെച്ച് അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ട്രോളിങ് ലെവലിൽ ഞാനിത് ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സംവേർ ഹി ലൈക്സ് ഹർ സോ മച്ച്. പക്ഷെ അത് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ പറയുന്ന പോലെ അല്ല, അത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കെയറൊക്കെ ഉണ്ട്.
അത് നമ്മൾ പറയുന്ന പോലെ ഉദാത്തമായ ലവോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്തും മറ്റു ഗിഫ്റ്റ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ അച്ഛൻ റെയർ എർട്സിൽ വർക്ക് ചെയ്ത സമയത്ത്, ഇന്ത്യൻ റെയർ എർട്സിലാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ബുക്കിലും എഴുതിയിട്ടുണ്ട്, അതല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, 20 പൈസയാണ് അവിടെ ക്യാൻറ്റീനിൽ ചായ, 2 രൂപയാണ് അവിടുത്തെ ലഞ്ചിൻ്റെ. ഈ 2 രൂപ 20 പൈസയോ അല്ലെങ്കിൽ 2 രൂപ 40 പൈസയോ ഒരു ദിവസം ചിലവാക്കി 72 കിലോമീറ്റർ ട്രിവാൻഡ്രം ടു കൊയിലോൺ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യൂണിഫോമിൻ്റെ ക്ലോത്ത് കിട്ടുമ്പം നീ തെച്ചോ എന്ന് പറഞ്ഞ തുണി എനിക്ക് തന്നിട്ട് അച്ഛൻ പഴയ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ സൈസിൽ സേഫ്റ്റി ഷൂ വാങ്ങിച്ചിട്ട്, കാരണം എൻ്റെ സൈസ് കിട്ടില്ല എന്നുള്ളത് കാരണം സേഫ്റ്റി ഷൂ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് കൊണ്ട് തരികയും അച്ഛൻ പഴയ ഷൂ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതായിട്ടും അച്ഛൻ കൊടുക്കുന്ന ആ കുറച്ച് ലിമിറ്റഡ് എമൗണ്ടിൽ ഫാമിലി എങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എല്ലാം ഒറ്റയ്ക്ക് നിന്നിരുന്ന ബോൾഡായിട്ട് എൻ്റെ അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കാണുമ്പോൾ എവിടെയോ എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദേ ആർ 2 cog wheels of a machine which runs forward. അത്ര സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന അങ്ങനെ ഒരു മെഷീനറിയാണ് ഫാമിലി എന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത്, എൻ്റെ അച്ഛൻ്റെ 100-1 അംശമോ അല്ലെങ്കിൽ 10-1 അംശമോ അല്ലെങ്കിൽ 100-1 അംശമോ ഞാൻ സിമ്പിളായി കഴിഞ്ഞാൽ ഞാനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ. തീർച്ചയായിട്ടും. അപ്പോൾ ആ അച്ഛനെ ചിരിപ്പിക്കാൻ കുഞ്ഞുമോക്ക് സാധിക്കുന്നുണ്ട്. അതിനേക്കാൾ എനിക്ക് എന്താ വേണ്ടത്? അല്ല, അതാണ് ഞാൻ, അച്ഛൻ അങ്ങനെയാണ്. കാരണം ഹീസ് 84 നൗ, ഹി ഹാസ് ഹിസ് ഓൺ ലിമിറ്റേഷൻസ്. ബട്ട് എനിക്ക് എത്ര സ്നേഹിക്കാൻ പറ്റുമോ ആ ലെവലിൽ കുഞ്ഞുമോക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. മുൻവിധിയോടുകൂടിയുള്ള സമൂഹത്തിന്റെ സമീപനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു എഫക്റ്റ്. ഈ സമൂഹം എനിക്കൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ എക്സാംസ് വന്ന് എഴുതിയിട്ടില്ല, എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നിട്ടില്ല, എന്നെ രാവിലെ വിളിച്ചിട്ട് ഏട്ടാ എണീറ്റോന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നിട്ടില്ല. സമൂഹം എനിക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സമൂഹത്തിനെ നന്നാക്കാൻ എടുത്തിറങ്ങി കഴിഞ്ഞാൽ സമൂഹം നന്നാക്കിയ ആൾക്കാരുടെ അവസ്ഥ അറിയാലോ. ഒരാൾ സമൂഹം നന്നാക്കാൻ നോക്കി അദ്ദേഹത്തിന് കുരിശിൽ തറച്ചു. വേറൊരു മനുഷ്യൻ സമൂഹത്തിനെ നന്നാക്കാൻ നോക്കി പുള്ളിക്കാരന്റെ കാലിൽ അമ്പ് ചെയ്തു. വേറൊരു മനുഷ്യനെ നന്നാക്കാൻ നോക്കി അദ്ദേഹത്തിന് ഹെംലക്ക് കൊടുത്ത് കൊന്നു. നന്നാക്കാൻ നോക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. സമൂഹം അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഐ എം നോട്ട് നെഗറ്റീവ് അബൌട്ട് ദ സൊസൈറ്റി. ഐ എം സെയിങ് ഐ എം ദ സൊസൈറ്റി. ഞാൻ നന്നായാൽ പോരെ, ഞാൻ ചീത്ത വിളിക്കാതിരുന്നാൽ പോരെ. എല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ നന്നാക്കാനേ പോകണ്ട. അവനവൻ നന്നായി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന ബൈബിളിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗോസ്പൽ ഓഫ് ജോണിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നീ നിന്റെ ഭർത്താവിലൂടെ ദൈവത്തിനെ അറിയണം. ഗോസ്പൽ ഓഫ് ജോണിൽ വരുന്നത്. സോ അതാണ് തലയിൽ തട്ടവിടുന്നത്. ദാറ്റ് ദർ ഇസ് നോബഡി അബവ് മീ. എൻ്റെ ഹസ്ബൻഡിലൂടെ ഞാൻ ദൈവത്തിനെ അറിയും. തട്ടവിടും. അതാണ് ഗോസ്പൽ ഓഫ് ജോണിൽ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ദർ ഇസ് എൻ അണ്ടർലൈങ് സ്റ്റേറ്റ്മെന്റ്. ഹസ്ബൻഡ് നല്ലവനായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ദൈവത്തിനെ അറിയും? അതെ. അപ്പോൾ 2, ദൈവത്തിനെ അറിയണം എന്നുണ്ടെങ്കിൽ ഭാര്യ ശിഷ്യയാവണം, ഭർത്താവ് ഗുരു ആവണം. അപ്പോൾ അവിടെ ഒരു ആ ഫ്ലോ ഓഫ് എനർജി ഉണ്ട്. ഭർത്താവ് നല്ല വ്യക്തിയും ആവണം. ഇത് 2 ആയിക്കഴിഞ്ഞാൽ മക്കൾ എന്താ കണ്ട് പഠിക്കണം? നല്ല അച്ഛനും അമ്മയും. ആ വീട് നന്നായി. അതെ. ഇതെല്ലാ വീട്ടിലും ചെയ്തു കഴിഞ്ഞാൽ ആ നാട് നന്നായി. വെറും ഒരു തുണിക്കഷ്ണം കൊണ്ട് ഒരു സോഷ്യൽ റിഫോം കൊണ്ടുവരാൻ സാധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നന്നാകും എല്ലാവരും. അതുകൊണ്ട് സമൂഹം എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിനോട് തന്നെ എനിക്ക് അത്ഭുതമാണ്. ഇപ്പൊ സമൂഹം ചീത്തയാണെന്ന് പറയുന്നത് ഞാനും ചീത്തയാണ്. എനിക്ക് സമൂഹം നല്ലതാണ്. ഈ സമൂഹത്തിൻ്റെ ചില സമീപനങ്ങൾ കൊണ്ട് തന്നെ എനിക്കൊന്നും ഒരു ടൈമിൽ ലൈഫ് എൻഡ് ചെയ്യിക്കാം എന്ന് വരെ ആലോചിച്ചിട്ടില്ലായിരുന്നു ദിവ്യേച്ചി. പക്ഷെ അതിൽ നിന്നൊരു റിക്കവറി അല്ലെങ്കിൽ ഇല്ല, ഞാനും ഷുവറായിട്ടും ഞങ്ങൾ 2 നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, അതാണ്ട് എനിക്കുണ്ട്, അതാണ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും 2 പേരും ഒരേപോലെ ലൈഫ് ജീവിച്ചതാ, നാട്ടുകാര് വീട്ടുകാർ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഒന്നും ഇല്ലാതെ ട്രൈ ചെയ്തതാണത് അല്ലേ? അത് എപ്പോഴായിരുന്നു ട്രൈ ചെയ്ത് സക്സസ് ആയെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് എപ്പോഴായിരുന്നു? അല്ല, അതിന് മുന്നേ അത് കുറേ ആയി. കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെയായിരുന്നു ലൈഫിന്റെ പ്രശ്നം കൊണ്ട്. പിന്നെ ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട്, ദിവസം ഒന്ന് ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, മാക്സിമം നോക്കി. പക്ഷെ
ഇങ്ങനെ വന്ന് പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും വലിയൊരു എല്ലാ വിഷമായിരുന്നു. മക്കളെ ഇപ്പളേ ചാവണ്ട ആളുണ്ട് റെഡി ആയിട്ട്. ആളിருக்கு இங்க ஆளு உன்னோட 40 வயசுல தான் வரும். ഇഫ് യു സേ ഡെസ്റ്റിനി, ഫേറ്റ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ലൈഫിൽ അനുഭവിച്ചറിയാനുള്ള ഒരു ഇതുണ്ട്. റിച്ചർഡ് ബാക്കിൻ്റെ ഇല്യൂഷൻസ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ദർ ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് സേസ് ദർ ഇസ് എ സിമ്പിൾ ടെസ്റ്റ് ടു ചെക്ക് വെദർ യുവർ മിഷൻ ഓൺ എർത്ത് ഇസ് ഓവർ. ഇഫ് യു ആർ അലൈവ് ഇറ്റ് ഇസ് ഇൻറ്റ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ നിങ്ങളുടെ ജീവിത ദൗത്യം പൂർണ്ണമായിട്ടില്ല. എന്നാണോ ജീവിത ദൗത്യം പൂർണ്ണമാവുന്നത്, ആ ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. For sure, yeah. ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു റീൽ, പ്രോബ്ലി ഞാൻ ഉറക്കം എണീറ്റിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കണ്ട ഒരു റീൽ. ഒത്തിരി സത്യമായിട്ടുള്ളൊരു കാര്യം. എനിക്ക് ഐ ലവ്ഡ് ഇറ്റ് സോ മച്ച്. 2 ഫീറ്റസ് അമ്മയുടെ വയറ്റിനകത്തിരുന്ന് സംസാരിക്കാം. അപ്പോൾ ഒരു ഫീറ്റസ് മറ്റേ ഫീറ്റസ് ട്വിൻസാണ്. അപ്പോൾ ഒരു ഫീറ്റസ് മറ്റേ ഫീറ്റസിനോട് ചോദിക്കാൻ, നിനക്ക് തോന്നുന്നുണ്ടോ പുറത്ത് ജീവിതം ഉണ്ടെന്ന്? അറിയില്ല, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. പുറത്ത് വാ കൊണ്ട് ആഹാരം കഴിക്കുന്നൊക്കെ പറയുന്നു. നമ്മുടെ അംബ്ലിക്കൽ കോഡെല്ലാം കട്ടിയെന്നൊക്കെ പറയുന്നു. അതൊക്കെ ചുമ്മാ പറയുന്നതാ. അപ്പോൾ അങ്ങനെ അവിടെ വെളിച്ചമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയും. ദാറ്റ് ഈസ് റെവലേഷൻ. പ്രോബബ്ലി ഇത് നമ്മുടെ ജീവിതത്തിന് മുന്നേ ഉള്ളൊരു ഗെസ്റ്റേഷൻ പീരീഡ് ആണെങ്കിലും ഗംഭീര തോട്ട്. എത്രയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചീത്ത പറഞ്ഞാലും ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നമുക്ക് റീൽസ് മറ്റേ ഇതുപോലെ 1942 ഗാന്ധിജി അല്ല, കൊച്ചുകുട്ടികളുടെ ഇന്നസെൻസും അവരുടെ കളിയും ചിരിയും, അല്ലെങ്കിൽ പ്രോബബ്ലി പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്ന കുറേയധികം നല്ല ഇതുണ്ട്. പാടുന്നവർ കുറേ പേരുണ്ട്. ഡാൻസ് ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ലത് കുറേ ഉണ്ട്. ചീത്ത മാത്രമേ ഉള്ളൂ, സോഷ്യൽ മീഡിയ കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന കഴിവ് പോലെ ഇരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഇസ് ഫോർ ദാറ്റ് അനാലിസിസ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അത് 18 വയസ്സിന് മുന്നേ വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് തെറ്റായ ഡിസിഷൻസ് കുറേ എടുത്ത് ചെന്ന് മൂക്കും കുത്തി വീണ് മൂക്കെല്ലാം അടിച്ചു പൊളിക്കാൻ. അപ്പോൾ ആരും പിടിക്കാനും പാടില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഈ എല്ലാം അറിയാവുന്ന എവിടെ നിന്നാണ്? ആ പ്രായം കഴിഞ്ഞ് വന്നതാണ്, അനുഭവിച്ചിട്ട് വന്നതാണ്. പലപ്പോഴും കുട്ടികൾ പേഷ്യൻസ് ആയിട്ട് വരുമ്പം ഐ ഫീൽ സാഡ് ഫോർ ദം. 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾ വീട്ടിൽ വന്നിട്ട് വെൻ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഞങ്ങളുടെ അഫെയറിൽ ആദ്യത്തേത് ബ്രേക്കപ്പ്, രണ്ടാമത്തെ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഇവരുടെ ലൈഫ് എന്താവും? വിൽ ദേ ഹാവ് എ സെയിം മൈൻഡ്? ഈ അനാലിസിസിന് വരുമ്പം അവരിനി എന്തുണ്ടാവും ബാക്കി? കുറച്ച് ദിവസം മുന്നേ 9 വയസ്സായ ഒരു കുട്ടി പ്രസവിച്ചു മലപ്പുറത്ത്. Is that what you call life? I don't think so. എത്രയൊക്കെ ന്യൂസുകളാണ് വരുന്നത്. ഇതെല്ലാം ഈ പ്രോപ്പർ ഈ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാം. ജനുവരി, ഫെബ്രുവരി, ഇപ്പം മാർച്ച് തുടങ്ങി ഇത്രയും ഇതിനകത്ത് 25ഓളം മാസ് മേഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതെല്ലാം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് 25 വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സാണ്. ഇത് റിപ്പോർട്ടഡ് ക്രൈമാണ്. നോട്ട് റിപ്പോർട്ടഡ് എത്രയുണ്ട്? ഉണ്ടാവും. ഈ 4 മാസത്തിൽ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കുന്നുണ്ട് ലോകത്തിന് ചുറ്റും. ഞങ്ങൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഹാപ്പിയാണ്. അത് കണ്ടില്ല എന്നല്ല, വി ആർ ഓൾസോ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇതാണ്. അപ്പോൾ അന്നാണെങ്കിലും വേറൊരു കമൻസിൽ വന്നത്, അതും അത് ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഈ മാരേജ് ലൈഫിലാണെങ്കിലും അങ്ങനെ ഒരു കോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനിയെ നോക്കുമ്പോൾ ഇത്ര ഡിഗ്രീസ്, അല്ലെങ്കിൽ അങ്ങനെ ദിവ്യേച്ചി നോക്കുമ്പോൾ അങ്ങനൊരു ഇതല്ല, അപ്പോൾ അത് അങ്ങനെ അവരങ്ങനെ എങ്ങനെ കറക്റ്റ് ആവും, അതൊരു പോയിന്റ്. പക്ഷേ എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ് എന്ന് അതെ. പക്ഷേ ഇങ്ങനെ ഞാൻ പറയണു, കുഞ്ഞുമോൾക്ക് കാലിൽ കല്ല് കുത്തരുതെന്ന് പറഞ്ഞ് ചെരുപ്പെടുത്തുകൊണ്ട് വരാൻ എനിക്ക് പ്രശ്നമില്ല. റൈറ്റ്? മൈ എഡ്യൂക്കേഷൻ ഡസൻ സ്റ്റോപ്പ് മീ ദാറ്റ്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഓടിച്ചെന്ന് അതെടുത്തുകൊണ്ട് വരാൻ കുഞ്ഞുമോക്കും പ്രശ്നമില്ല. ഒരു ഹൈ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ കുറവോ അതൊന്നുമായിട്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നോക്കാൻ കുഞ്ഞുമോക്കും പ്രശ്നമില്ല,
കുഞ്ഞുമോളുടെ ആവശ്യങ്ങൾ നോക്കാൻ എനിക്കും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ എഡ്യൂക്കേഷൻ വരുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ സാധനം അത് എനിക്ക് വന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞുമോളെ ഒരു മനുഷ്യനായിട്ട് കാണാനും സ്നേഹിക്കാനും പറ്റണം. അത് ഇല്ല എന്നുള്ളപ്പോഴും എന്നെ അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ കൊണ്ട് ഞാൻ എന്താ നേടിയെന്നുള്ള ചോദ്യം പറ്റില്ലേ? വി കോംപ്ലിമെന്റ് ഈച്ച് അതർ. ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമില്ല. ഡയറക്ട്ലി മെസ്സേജ് ആയിട്ട് വരാറുണ്ടോ ഇത്? കമന്റ്സ് കുറെ എനിക്കോ വന്നു കഴിഞ്ഞാൽ തിരിച്ചവർക്ക് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് കുഞ്ഞുമോളെ പോലെയല്ല, ഞാൻ ഉത്തരം കൊടുക്കും. ആണ് അപ്പൊ തന്നെ മറ്റേ ഓൺ ദ സ്പോട്ട് ആണ്. ഇല്ല, ചീത്തയൊന്നുമല്ല, ഉത്തരം കൊടുക്കും. ബാ സംസാരിക്കാം, സ്ട്രൈറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് തീരും. അത്രേ ഉണ്ടാവുള്ളൂ. എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് അത് ഓരോ ആൾക്കാരുടെ ആഗ്രഹമാണ്. അറിവ് നമുക്ക് തട്ടിപ്പറിക്കാനും പറ്റില്ല. വിദ്യാധനാൽ സർവധനാൽ പ്രധാനം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെയാണ്. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്സിമം എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഭ്രാന്ത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇമ്മെറ്റീരിയൽ വേണമെങ്കിൽ സ്റ്റൈലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനോ അതിന് എഡ്യൂക്കേഷൻ വേണമെന്നില്ല. കാരണം എനിക്കറിയാവുന്ന 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ആൾ ഫ്രഞ്ച് സംസാരിക്കണം കേട്ട് കഴിഞ്ഞാൽ ഫ്രാൻസിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന ആ ലെവലിൽ സംസാരിക്കുന്ന ആൾക്കാർ, ഐ ഹാവ് സീൻ ദാറ്റ്. എഡ്യൂക്കേഷനേക്കാളൊക്കെ കൂടുതൽ മനുഷ്യത്വം, അതുപോലെ നല്ലൊരു മനുഷ്യ സ്ത്രീയാണ്. താങ്ക് യു. ഇനി 4 months ആയല്ലോ. അപ്പോ ഈ 4 months ആയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങളുടെ വോയിസ് കട്ട് ചെയ്തിട്ട് ദിവ്യക്ക് 4 മാസമായി എന്നാണ് 4 months ആഫ്റ്റർ മാരേജ്. കാരണം വിശ്വസിക്കാൻ പറ്റില്ല. 4 months ആയല്ലോ, 4 months ആയല്ലോ, അത് മാത്രം ഇത് കേട്ടോ 4 months ആയല്ലോ, 4 months ആയല്ലോ. നിങ്ങൾക്കിടയില് ഇപ്പൊ ഒരു ലവ് എന്നുള്ളൊരു ഇതെടുത്ത് കഴിഞ്ഞാൽ ആരാണ് കൂടുതൽ പൊസസീവ് നോക്കുവാണെങ്കിൽ? എന്നെ തന്നെ പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാന് ഞാന് എന്തെങ്കിലും ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞാല് ഞാൻ ജനറൽ ആയിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരു റീലോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് 40K 50K, ഇറ്റ്സ് ഫാക്ട്. ഒരാണ് ഇട്ട് കഴിഞ്ഞാൽ 4, 5, 40, 50 പോലും ഞാൻ പറയുന്നില്ല, അത്രക്കൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പം പോയേക്കാം. അയ്യോ, അങ്ങനെയൊക്കെ സൂക്ഷിക്കണം, അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ ഇത് പറഞ്ഞപ്പോ കുഞ്ഞുമൊക്കെ അത് വലിയ പ്രശ്നമാണ്. അതായത് ഞാൻ എന്തോ ഈ റീൽസിനെതിരെ പറഞ്ഞായിട്ടൊക്കെയാണ്, അങ്ങനെ ഒന്നും അല്ല. അപ്പോ പ്രോബ്ലി ദാറ്റ് ഈസ് ഹർ പൊസിറ്റീവ്നെസ്. കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പോസിറ്റീവാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഐ വിൽ അക്സെപ്റ്റ് ആണ്. പിന്നെ എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ പോസിറ്റീവ് ആവാതെ അടുത്ത വീട്ടുകാരൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് കഥ വേറെയല്ലേ. ക്രിസ്ത്യാനാണ് കൂടുതൽ ഒരു പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു ഡിഫൈൻ ദാറ്റ് പോസിറ്റീവ്നെസ്. കാരണം എൻ്റെ കുഞ്ഞുമോള് സേഫ് ആയിരിക്കണം, എൻ്റെ മക്കൾ സേഫ് ആയിരിക്കണം, അവർക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നത് പോസിറ്റീവ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഞാനാണ് ലോകത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കുഞ്ഞുമോൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്താണോ ചെയ്യേണ്ടത് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഡ്രസ്സ് ഇടണോ, ഡ്രസ്സ് ഇട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യണോ, ചെയ്തു, അതൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ പൊസസീവ്നെസ്, എൻ്റെ കുടുംബം, അത് കുഞ്ഞുമോളുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, മേ ബി ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ ഞാൻ ഇത്രയും കാലം എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ പെറ്റ്സ് ആവാം. ചിലതൊന്നും ഇപ്പോൾ ടിപ്പു സുൽത്താൻ എൻ്റെ കൂടെ ഇല്ല. ടിപ്പു സുൽത്താൻ ഒരു തത്തയാണ്, എൻ്റെ തോളത്ത് വന്നിരിക്കും, ഞങ്ങൾ ഒരുമിച്ച് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവരുൾപ്പെടെ വാട്ട് ഐ കോൾ മൈ ഫാമിലി, യെസ് ഐ ആം പൊസസീവ്. അത് പൊസസ് ചെയ്യുന്ന എന്താണ്, അവരുടെ തോട്ട്സ് ഞാൻ എൻ്റെ ഹാർട്ടിൽ പൊസസ് ചെയ്യുന്നു, അതെപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊസസീവ് ആണ്. അത് കുഞ്ഞുമൊക്കെ അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തോന്നിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ യെസ്, യുവർ ഇന്നത്തെ ഐ മീൻ മൂവി പ്രൊമോഷൻ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് മൂവി കാത്തൊരു കല്യാണം എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, നായികയായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ്. ഓ, അത് എന്നാണ് അതിന്റെ 14th റിലീസാണ്. അപ്പൊ അതിന്റെ ഒരു ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് കൊടുക്കണം. അപ്പൊ അതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. മൂവിയുടെ പേര് ആരണ്യം. അപ്പം ഈ 14th ഹിറ്റിംഗ് തിയേറ്റർ.
ആൾ പ്രൊമോഷനൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂസും ഇടയ്ക്ക് തന്നെ വരുമല്ലോ, അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ഈശ്വര വരൂ ഇനി അത് കാണാൻ എന്തായാലും തിയേറ്ററിലെത്തും. അതെ, അത് കാണാൻ ഞങ്ങൾ തിയേറ്ററിൽ വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പ്ലാൻസ് എന്തെങ്കിലും, പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പ്ലാൻസ് എന്നല്ല, ഇപ്പോൾ അടുത്ത 4-5 ദിവസം തന്നെ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞെട്ടലാണ്. ഇപ്പം രാവിലെ കൊച്ചിയിൽ നിന്ന് കായംകുളം പോവുക, കായംകുളത്ത് നിന്ന് തിരിച്ചു വരിക, വൈകുന്നേരം ഒരു ഫംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് രാത്രി ട്രെയിനിൽ പോവുക, അടുത്ത ദിവസം അവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് പിന്നെ വേറൊരു ഇതിലേക്ക് പോവുക, അവിടെ നിന്ന് 8-ാം തീയതി ആകുമ്പോൾ കണ്ണൂർ പോവുക, അവിടെ പ്രഭാഷണം ചെയ്യുക. ഞങ്ങൾ ഞാൻ പറയാം, കല്യാണത്തിന് മുന്നേ നമ്മൾ അധികം കാണുമായിരുന്നു. കല്യാണത്തിന് ശേഷം കണ്ടത് കുറവാ. പക്ഷെ കുറവാണെങ്കിലും നമ്മൾ എത്രയോ ജന്മം മീൻസ് എത്ര വയസ്സ് കല്യാണം കഴിഞ്ഞ് എത്ര വർഷം ഒന്നിച്ച് ജീവിച്ചൊരു ഫീലുണ്ട്. കണ്ടില്ലെങ്കിലും ഇല്ലേ, ഈ ഒരു ഫ്യൂ ടൈം ആണെങ്കിൽ പോലും അല്ലേ കണ്ടൊരു. കാരണം ഇപ്പോൾ ഞാൻ ഹൈദരാബാദിലെ ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും മോർണിംഗ് 7 to ഈവനിങ് 7 വർക്ക് ഉണ്ടാവും. സൺഡേ ഹോളിഡേ ആയിരിക്കാം. അപ്പോൾ ആ സമയമൊക്കെ കുഞ്ഞുമോക്ക് വർക്കുള്ള സമയമുണ്ട്, വർക്കില്ലാത്ത സമയമുണ്ട്. അതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ചൊരു വീഡിയോ കോളിൻ്റെ ടൈം, ഓക്കെ, അത് വി ഡോണ്ട് മിസ് ഇറ്റ്. കുഞ്ഞുമോൾ തന്നെ പറയും, ഇന്ന് ഓഫല്ലേ, എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വാ. അങ്ങനെ മനസ്സിലാക്കാൻ ഇത് കേൾക്കുമ്പം പ്രോബബ്ലി ഈ വാലന്റൈൻസ് ഡേ പോലെ ഇനി പല ഭർത്താവൊക്കെ കണ്ട കണ്ട എന്ന് പറയും. ഇതിനി കട്ട് ചെയ്തിട്ട് വരും കേട്ടോ. ഐ വുഡ് സേ ഇറ്റ്സ് എ വെരി നൈസ് ഫീലിംഗ്. ഫൈനലി നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം അല്ലേ? കേൾക്കണ്ടേ? മസ്റ്റ്. രണ്ടുപേരുടെ വേണമെങ്കിൽ പാടാം, എങ്ങനെ വേണേലും പാടാം. ഞാൻ പാടട്ടാ? അല്ല, നീ പാടിക്കോ, അല്ലെങ്കിൽ രണ്ടുപേരും ഓരോ സോളോ പാടാം, അല്ലെങ്കിൽ ഡ്യുവറ്റ് പാടാം. രണ്ടുപേരും സോളോ പാടാം. നൈസ്. ആദ്യമായിട്ടും തുടങ്ങി, അപ്പൊ ഞാൻ ആലോചിക്കാം. നീ എന്റെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ആലോചിക്കാൻ പറ്റില്ല. അതെ, അത് എൻജോയ് ചെയ്തോണ്ടല്ലേ ഇരിക്കുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യിപ്പിക്കാം ഇങ്ങനെയൊക്കെ ഒരു വിചാരം. ഓക്കെ, Kishore Da and one of my favorites. Okay. Old retro. Yeah. जीवन से भरी तेरी आँखें मजबूर करें जीने के लिए सागर भी तरसते रहते हैं तेरे रूप का रस पीने के लिए जीवन से भरी तेरी आँखें तस्वीर बनाए क्या कोई लिखे तुझ पे कविता रंगों छंदों में समाएगी किस तरह से इतनी सुंदरता जीवन से भरी तेरी आँखें. ഇടയ്ക്ക് രണ്ടുപേരും മിസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യുവർ ടേൺ. പിടിച്ചു നിൽക്കണം. ആ നാടൻ പാട്ട് പഠിക്കാൻ അന്ന് എനിക്ക് പാടി തന്നിട്ടില്ല. എന്തായിരുന്നു, ഒരു നാടൻ പാട്ടുണ്ട്, താരാട്ട് പോലത്തെ. ഓക്കെ, അപ്പൊ അത് എനിക്ക് കേട്ടിട്ട് അതെനിക്ക് അത്ര അങ്ങനെ പാടാനറിയില്ല, എനിക്ക് പറ്റുന്നു. അത് എനിക്ക് കേൾക്കുമ്പോ എന്തോ എനിക്ക് ശരിക്കും ഒരു കൊച്ചുകുട്ടിയായിട്ട് ഞാനിങ്ങനെ കിട്ടുന്ന പോലെ, ഒരു ക്രീഡലിൽ കിടക്കുന്ന പോലെ, അടിപൊളി. അത്ര നന്നായിട്ടാ പാടുന്നത്. അത് ദുർഗയല്ലേ പാടിയ, അത് സൂപ്പറായിട്ട് പാടിയതാ. എനിക്ക് അത്രയൊന്നും ഹൈ പോവില്ല. അയ്യോ, ഞാനിപ്പോ പിന്നെ കിഷോർ ദായുടെ അത്ര നന്നായിട്ട് പാടിയെന്നാണ് പറയണേ. ഏട്ടൻ
അതേപോലെ നീയും പാടാം. ആരിയ നെല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ആറ്റുമണൽ കൊത്തി താളത്തിൽ പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. ആരിയ നെല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ആറ്റുമണൽ കൊത്തി താളത്തിൽ പാടണ് പാട്ടും കേട്ട് നീയുറങ്ങ്. ബിക്കോസ് ഇത് രണ്ട് റീസൺ. ഒന്ന് സന്തോഷ് ദാമോദറിൻ്റെ മൂവിയായിരുന്നു ബാൽക്കണ്ണാടി. അതിൽ മണിക്കുയിലേ എന്നുള്ള പാട്ടിൻ്റെ രാഗം, ആ ഫീൽ. പിന്നെ ദ വേ ഷീ സിങ്സ് ഇറ്റ്, ആ നാടൻ പാട്ടിൻ്റെ ഫീൽ നഷ്ടപ്പെടാതെ. അപ്പോൾ എനിക്ക് ഞാൻ പാടുമ്പോൾ ഇത് തെറ്റിക്കും. അതുകൊണ്ട് ഞാനിത് കുഞ്ഞുമോളുടെ മുന്നിൽ പാടില്ല. കാരണം എനിക്ക് മണിക്കുയിലേ കയറി വരും പാടുമ്പോ. അപ്പൊ അതില് മണിക്കുയിലേ മണിക്കുയിലേ മൗനരാഗം മൂടൂലേ. അവിടെ വലിയ ഡിഫറൻസാ. ഞാൻ ഇത് കയറി അത് മിക്സ് ചെയ്യും. അപ്പൊ എനിക്ക് അത് അങ്ങനെ വന്നു കഴിയുമ്പോ ഏട്ടാ അങ്ങനെ അല്ല എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ഞാനൊന്ന് സൈഡ് ആവുന്ന നല്ലത്. അതെ, എന്തായാലും ഇതുപോലെ തന്നെ അടിപൊളിയാവട്ടെ. ഇനി നന്നാവട്ടെ. അടിപൊളിയില്ല, നന്നാവട്ടെ. മൂവീസ് ഇറങ്ങുന്നു, അവിടെയും മൂവീസ്. യെസ്, തെലുഗു ഇപ്പൊ തമിഴ് റിലീസായി. 7-ാം തീയതി വടക്കനില് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. വടക്കനിൽ ഡബ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചില്ല. പിന്നെ പ്രജേഷ് സെൻജിയുടെ ഹൂഡിനി ദ കിങ് ഓഫ് മാജിക്, അതിൽ ഡബും ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. വേറെ ക്യാരക്ടർ ഡബും ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. സോ 2-3 ഇൻ ദി ആൻവിൽ. തുടങ്ങിയപ്പം വർഷത്തിലൊരു സിനിമ എന്നായിരുന്നു. ഇപ്പം ഐ തിങ്ക് 2025 4-5 സിനിമ. കാരണം September 25 ആണ് അഖണ്ഡ 2 വരുന്നത്. അതിനിടയ്ക്ക് ഇനിയും വേറെ കുറച്ച് വർക്ക് എല്ലാം വരുന്നുണ്ട്. കുഞ്ഞുമോക്ക് ഇനി കുറേ അധികം വർക്ക് വരുമ്പോൾ കുറേ വരട്ടെ. And all the very, very, very best, guys. Thank you very much. ഇതുപോലെ ഹാപ്പി ആയിട്ട് ചില്ലായി, ഇതുപോലെ ഫൺ, ഹാപ്പി, ലവിങ് കപ്പിൾസ് ആയിട്ട് ഇതുപോലെ തന്നെ പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ 4 മാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതേപോലെ നമ്മൾ 40 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇരിക്കണം. I like that. God bless you. Thank you. Thank you.